ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റുകളും പോർഷൻസ് ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. കേരള PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി പറയുക. വീഡിയോയിലേക്ക് കടക്കാം. കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കുടുംബശ്രീ പദ്ധതി. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി സുഗതകുമാരി. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആരാണ്? കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആര്? ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മത്സ്യം. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ധവള വിപ്ലവമാണ്, അതായത് വൈറ്റ് റവല്യൂഷനാണ്. നെല്ലുമായി ബന്ധപ്പെട്ടത് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി AK ഗോപാലൻ. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആരാണ്? കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്ന് അറിയപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പിസ്വാമികൾ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? ആദിത്യവർമ്മയാണ് അന്നത്തെ രാജാവ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം വരുന്നത് ഗിഫോർഡാണ്. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേര് എന്താണ്? ഉത്തരം വരുന്നത് വേണാട് ഉടമ്പടിയാണ്.
വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1723 പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് 1. ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിൽ ജനിച്ചു. അത് തെറ്റാണ്. പൊയ്കയിൽ യോഹന്നാൻ 1879 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കൈനിക്കരിയിൽ ജനിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. 2. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അത് ശരിയാണ്. 3. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മന്നാനം പ്രസ്സിൽ നിന്ന് അടിച്ചിറക്കി. അതും തെറ്റാണ്. അതും കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛനാണ്. 4. അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അതും ശരിയാണ്. ഇതിൽ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് 1. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം. അത് തെറ്റാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 2. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അത് ശരിയാണ്. 3. കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം. അത് തെറ്റാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 4. പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ അരയ സമാജം. അത് ശരിയാണ്. ഇതിൽ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അരുവിപ്പുറം ക്ഷേത്രത്തിൽ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, പയ്യന്നൂർ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മ. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ. കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, ഗാന്ധിജി. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 അതിന് നേതൃത്വം നൽകിയത് കെ. കേളപ്പനും മന്നത്ത് പത്മനാഭനുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ.കെ. ഗോപാലനാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ, ലോർഡ് കേഴ്സൺ.
തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ ബി 1949 ജൂലൈ 1. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മുടിയേറ്റ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇരവികുളം ദേശീയോദ്യാനം. 1978 ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ മുതിരപ്പുഴ. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്താണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കുമ്പളങ്ങി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നത് 1. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്. അത് ശരിയാണ്. 2. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അതും ശരിയാണ്. 3. അർദ്ധ നഗരപ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. അതും ശരിയാണ്. 4. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത് ഉണ്ടാകുന്നത്. അത് തെറ്റാണ്. ഇത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാകുന്നത്. നിരവധി വാർഡുകൾ ചേർന്നാണ് ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ശരിയായ പ്രസ്താവന. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അത് ശരിയാണ്. 2. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. അതും ശരിയാണ്. 3. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക്ക്. അതും ശരിയാണ്. ഉത്തരം വരുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നത് 1. മതികെട്ടാൻ ചോല വയനാട്. അത് തെറ്റാണ്. മതികെട്ടാൻ ചോല ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2. പാമ്പാടും ചോല ഇടുക്കി. അത് ശരിയാണ്. 3. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ എന്നാണ് തന്നിട്ടുള്ളത്. അതും ശരിയാണ്. 4. കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ശരിയായ ജോഡികൾ 2ഉം 3ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. 1. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആണ് കേരളം. അത് ശരിയാണ്. 2.
കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അതും ശരിയാണ്. 3. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറമാണ്. അത് തെറ്റാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് 1. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. അത് ശരിയാണ്. 2. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. അതും ശരിയാണ്. 3. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് നീണ്ടകര. അത് തെറ്റാണ്. വിഴിഞ്ഞമാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതി. 4. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അതും ശരിയാണ്. ഇതിൽ 3 മാത്രമാണ് ശരിയല്ലാത്തത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നത് 1. അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്ന് അറിയപ്പെടുന്നു. അത് ശരിയാണ്. 2. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. അതും ശരിയാണ്. 3. വേമ്പനാട്ടു കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? തന്നിരിക്കുന്നത് 1. പമ്പ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അത് തെറ്റാണ്. പമ്പ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 2. പാമ്പാർ പടിഞ്ഞാറോട്ട്. അതും തെറ്റാണ്. പാമ്പാർ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. 3. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. അത് ശരിയാണ്. 4. പെരിയാർ കിഴക്കോട്ട്. അതും തെറ്റാണ്. പെരിയാർ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇതിൽ ശരിയായത് 3 മാത്രമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. ഇവയിൽ 41 പടിഞ്ഞാറാട്ടാണ് ഒഴുകുന്നത്. 3 മാത്രമാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ബാക്കി 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? തന്നിരിക്കുന്നത് മലനാട്, ഇടനാട്, തീരപ്രദേശം, സമതല പ്രദേശം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയാവ ഏതെല്ലാം? കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. അത് ശരിയാണ്. 2. ഇടവപ്പാതി എന്ന് അറിയപ്പെടുന്നു. അതും ശരിയാണ്. തുലാവർഷം എന്നും അറിയപ്പെടുന്നു. അത് തെറ്റാണ്. വടക്കു കിഴക്കൻ മൺസൂണിനെയാണ് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? ഉത്തരം ഓപ്ഷൻ സി മദ്രാസ്. 1913 തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു?
1913 തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ലാലാ ഹർദയാൽ. താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിൻ്റെ ജേണൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മറാത്ത. ഇന്ത്യൻ ഒപ്പീനിയനും യങ് ഇന്ത്യയും മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ്. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ലോർഡ് ലിൻലിത്ഗോ. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി 1931. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ യങ് ഇന്ത്യ. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടാധികാരിയായി മാറിയത്? ഉത്തരം ഓപ്ഷൻ ബി 1804. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ദ്രാവിഡ ശൈലി. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബൃഹദീശ്വര ക്ഷേത്രം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗോവ. ബാരാലാച്ചല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബാരാലാച്ചല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ കേരളം. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ സിക്കിം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക് സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ കെയ്ബുൾ ലഞ്ചാവോ. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? മടക്കുപർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് മടക്ക് പർവ്വതം. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് അറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് അറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്?
തന്നിരിക്കുന്നത് 1 ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വരാണ്, അത് ശരിയായ പ്രസ്താവനയാണ്. 2 ഇതിൻ്റെ ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി, അതും ശരിയാണ്. വിന്ധ്യ, സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്, ഇതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്, ഒന്നും തെറ്റില്ല. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതാണ്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏതാണ്? തന്നിരിക്കുന്നത് 1 ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നാണ് തന്നിട്ടുള്ളത്, അത് തെറ്റാണ്. ആന്ധ്രാപ്രദേശിൻ്റെ അമരാവതിയാണ് തലസ്ഥാനം വരുന്നത്. ബാക്കി നോക്കാം. ഉത്തരാഖണ്ഡ് ഡെറാഡൂണ്, ബീഹാർ പാറ്റ്ന, മിസോറാം ഐസ്വാൾ. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന എ ആണ് ഉത്തരം വരുന്നത്. ആന്ധ്രാപ്രദേശ് അമരാവതിയാണ് തലസ്ഥാനം. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് 1 ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്, അത് ശരിയാണ്. 2 ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്, അത് തെറ്റാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. 3 ഇന്ത്യയുടെ ഹൃദയം എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്, അതും ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? 1 ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു, അത് ശരിയാണ്. 2 ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു, അതും ശരിയാണ്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്, അത് തെറ്റാണ്. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. നാഗ, കാസി, ഖാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു, അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന 3 മാത്രമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹരിയാന. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവയാണ് പാകിസ്ഥാനുമായി കര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി, രാഷ്ട്രപതി. PSC അംഗങ്ങളെയോ ചെയർമാനെയോ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമാണ് ഉള്ളത്. ഗവർണറാണ് ഇവരെ നിയമിക്കുന്നതെങ്കിലും നീക്കം ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ല. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. ഭരണഘടനയുടെ ഭാഗം 4A 51A വകുപ്പിലാണ് മൗലിക കടമകൾ പ്രതിപാദിച്ചിരിക്കുന്നത്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി, 30. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 25.
നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 14. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, അനുച്ഛേദം 226. റിട്ടുകൾ എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോഷറി, കോ വേറൻഡോ എന്നിങ്ങനെ 5 തരം റിട്ടുകളാണ് നിലവിലുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, അനുച്ഛേദം 14. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മാൻഡമസ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, സ്വരൻ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. 1976 കോൺഗ്രസ് സർക്കാരാണ് സർദാർ സ്വരൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റിയെ നിയമിച്ചത്. ഈ കമ്മിറ്റിയുടെ ശുപാർശകളെ തുടർന്ന് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, അനുച്ഛേദം 51A. ഭാഗം വരുന്നത് ഭാഗം 4A. തുടക്കത്തിൽ 10 കടമകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 2002 86ാമത് ഭേദഗതി നിയമപ്രകാരം 11ാമത്തെ കടമയും ഉൾപ്പെടുത്തി. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി, ഡിസംബർ 10. ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, വിശ്വഭാരതി. 1921 സ്ഥാപിതമായ ഈ സ്ഥാപനം പിന്നീട് 1951 ഒരു കേന്ദ്ര സർവകലാശാലയായി മാറി. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, IUCN. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ലോകമെമ്പാടുമുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്നത്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാൻ ആണ്? പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ച് വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാൻ ആണ്? ഉത്തരം ഓപ്ഷൻ സി, വിറ്റാമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി.
വിറ്റാമിൻ സി താപത്തോട് വളരെ വേഗം പ്രതികരിക്കുന്ന ഒന്നാണ്. തുറന്നു വെച്ച് വേവിക്കുമ്പോൾ ചൂടേറ്റ് ഇത് വേഗത്തിൽ നശിച്ചു പോകുന്നു. അതിനാൽ ഇത് സംരക്ഷിക്കാൻ പാത്രം അടച്ചു വെച്ച് വേവിക്കുന്നത് നന്നായിരിക്കും. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? തന്നിരിക്കുന്നത് 1. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, അത് ശരിയാണ്. 2. സുനാമിയെ തടയുന്നു, അതും ശരിയാണ്. 3. മത്സ്യസമ്പത്ത് കുറയാൻ കാരണം, അത് തെറ്റാണ്. മത്സ്യസമ്പത്ത് വർദ്ധിക്കാൻ കാരണമാകുന്നു, അതാണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, വിജാഗിരി സന്ധി. വാതിലിൻ്റെ വിജാഗിരി പോലെ ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. കാൽമുട്ട്, കൈമുട്ട് സന്ധി എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും വളരുന്ന പ്രത്യേകതരം മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. ഇതിന് ഭൗമസൂചിക പദവി, അതായത് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നവ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? തന്നിരിക്കുന്നത് 1. ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ് എന്നിവ വായുവിലൂടെ പകരുന്ന രോഗമാണ്. 5ാം പനിയും ക്ഷയവും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. COVID-19, വില്ലൻ ചുമ എന്നിവയും വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. കോളറ, ടൈഫോയിഡ് എന്നിവ പ്രധാനമായും മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പകരുന്നത്. അതുകൊണ്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കോളറ, ടൈഫോയിഡ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. സിട്രസ് പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തടയാൻ സഹായിക്കും. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. 1. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു, അത് തെറ്റാണ്. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും ഉണ്ടാകില്ല. പ്രധാനമായും ലിംഫോസൈറ്റുകളാണ് ഇതിൽ കാണുന്നത്. ചുവന്ന രക്താണുക്കളും വലിയ പ്ലാസ്മ പ്രോട്ടീനുകളും ലിംഫിൽ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രസ്താവന തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബാക്കി നോക്കാം. ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായുണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു, അത് ശരിയായ പ്രസ്താവനയാണ്. ലിംഫ് രക്തത്തിൽ നിന്നും രൂപം കൊള്ളുന്നു, അതും ശരിയാണ്. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, തെറ്റായിട്ടുള്ള പ്രസ്താവന. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, അത് ശരിയാണ്. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക, അതും ശരിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തവ എല്ലാം ശരിയാണ്. അടുത്തത് പുല്ല്, മാൻ, കടുവ, കഴുകൻ. ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്?
പുല്ല്, മാൻ, കടുവ, കഴുകൻ എന്നീ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കഴുകൻ. ഇതിൽ പുല്ല് വരുന്നത് ഉൽപാദകനാണ്, അതായത് പ്രൊഡ്യൂസർ. മാൻ വരുന്നത് പ്രാഥമിക ഉപഭോക്താവാണ്, അതായത് പ്രൈമറി കൺസ്യൂമർ. കടുവ വരുന്നത് ദ്വിതീയ ഉപഭോക്താവാണ്, സെക്കൻഡറി കൺസ്യൂമർ. കഴുകൻ വരുന്നത് തൃതീയ ഉപഭോക്താവാണ്, ടെർഷ്യറി കൺസ്യൂമർ. തൃതീയ ഉപഭോക്താവാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി വരുന്നത് കഴുകനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. 2. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. 3. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. 4. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഏണസ്റ്റ് റൂദർഫോർഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1. 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ, അത് ശരിയാണ്. 2. 14-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, അത് തെറ്റാണ്. 3 മുതൽ 12 വരെ ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. 3. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്, ഇത് ശരിയാണ്. 4. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലിയഫ് ആണ്, അതും തെറ്റാണ്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഡൊബറൈനർ ആണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി, പാർശ്വിക വിപര്യം, അതായത് ലാറ്ററൽ ഇൻവേർഷൻ. ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഇടതും വലതും മാറി കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് വിളിക്കുന്നത്. അടുത്തത് പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ജൂൾ. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും, അതായത് എനർജിയുടെയും SI യൂണിറ്റ് വരുന്നത് ജൂളാണ്. ന്യൂട്ടൺ എന്നത് ഫോഴ്സിൻ്റെ, അതായത് ബലത്തിൻ്റെ യൂണിറ്റാണ്. പാസ്കൽ എന്നത് മർദ്ദത്തിൻ്റെ, അതായത് പ്രഷറിൻ്റെ യൂണിറ്റാണ്. മീറ്റർ എന്നത് ദൂരത്തിൻ്റെ, അതായത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റുമാണ്. വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം ഏതാണ്? വൈദ്യുത മോട്ടറിലെ ഊർജ്ജമാറ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. വൈദ്യുതി ഉപയോഗിച്ച് കറങ്ങുന്ന ഒരു ഉപകരണമാണ് മോട്ടർ. ഇത് വൈദ്യുതോർജ്ജത്തെ ചലന ഊർജം അഥവാ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. നേരെ തിരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നത് ജനറേറ്ററിലാണ്, അതായത് യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് ജനറേറ്ററിലാണ്. ഇതിൽ വൈദ്യുത മോട്ടറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. താഴെ തന്നിരിക്കുന്ന അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് ലീച്ചിങ്, പ്ലവന പ്രക്രിയ, ഗാന്ധിക വിഭജനം, ഉത്പതനം. ഉത്പതനമാണ് തെറ്റായിട്ടുള്ളത്. ഉൽപ്പതനം എന്നാൽ ഒരു ഖരവസ്തു നേരിട്ട് വാതകമായി മാറുന്ന ഭൗതിക മാറ്റമാണ് ഉത്പതനം. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഹൈഡ്രജൻ. ഹൈഡ്രജൻ പെട്ടെന്ന് കത്തുന്ന ഒരു വാതകമാണ്.
ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഇത് സ്വയം കത്തില്ല. നൈട്രജനും ആർഗണും സാധാരണ നിലയിൽ കത്തുന്നവയല്ല. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഐസോപ്രീൻ. സ്വാഭാവിക റബ്ബർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഐസോപ്രീൻ തന്മാത്രകൾ കൂടിച്ചേർന്നാണ്. നിയോപ്രീൻ എന്നത് ഒരു സിന്തറ്റിക് അഥവാ കൃത്രിമ റബ്ബറാണ്. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അത് ശരിയാണ്. 2. കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. അതും ശരിയാണ്. 3. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. അത് തെറ്റാണ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഭാരം അഥവാ വെയിറ്റ് അളക്കുകയാണ് ചെയ്യുന്നത്. 4. യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ ആണ്. അതും തെറ്റാണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ന്യൂട്ടൺ എന്നത് ഭാരത്തിൻ്റെ യൂണിറ്റാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 3ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഒരു ആരോഗ്യവാനായ മനുഷ്യൻ്റെ ശരാശരി ശരീര താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്.